Hello everyone! Welcome to Mehars Kitchen. ഇന്ന് നമുക്ക് പനീർ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. പനീർ പാലോണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ് ഗ്രീൻ മസാല പനീർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മമ്മിനോട് ചോദിക്കാം. ഗ്രീൻ മസാല പനീർ ഒരു വെറൈറ്റി ഡിഷാണ്. നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 200 ഗ്രാം പനീറാണ്. പനീർ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വലിയൊരു സവാള എടുത്തിട്ട് അത് പേസ്റ്റാക്കി എടുക്കണം. മസാലകളിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. പിന്നെ ആവശ്യമുള്ളത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ പകരം ക്രീം യൂസ് ചെയ്യാം, 1/2 കപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ 1/4 കപ്പ് തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ആവശ്യമുള്ളത് 1/4 കപ്പ് മല്ലിയിലയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ പുതിന ഇല, 4-5 പച്ചമുളക്. ഇതെല്ലാം പേസ്റ്റ് ആക്കേണ്ടതാണ്. ഇനി പനീർ മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി തൂമിക്കാനായിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ കറുവയില, ബേ ലീഫ്, പിന്നെ 2 നുള്ള് കായം പൊടി. അപ്പോൾ ആദ്യം മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും മിക്സർ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഈ പച്ചമുളക് അധികം എരിയില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു പച്ചമുളക് ഇട്ടാൽ മതി. ഇത് അരച്ചതിന് ശേഷം ഇത് തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് ഒഴിച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സായി കഴിഞ്ഞാൽ പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത പനീർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ ഒഴിവാക്കാം, എണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പനീർ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണ ആവശ്യമില്ല. കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ബട്ടർ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ പനീറും വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാ പനീറും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ബ്രൗൺ ആവണ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതങ്ങനെ ഒരു കളറായി കഴിഞ്ഞാൽ എല്ലാ പനീറും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇങ്ങനെ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ പനീരെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് 2 സൈഡും വേവാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എടുത്തു. ഇനി ഇതെല്ലാം പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ചെറിയ ജീരകവും ബേ ലീഫും ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് 2-3 നുള്ള് കായം പൊടി ഇട്ട് കൊടുക്കാം. ബേ ലീഫും ചെറിയ ജീരകമൊക്കെ സ്പ്ലട്ടറായി കഴിഞ്ഞാൽ ഇതിലേക്ക് വലിയ സവാള പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം സവാള വഴറ്റിയെടുക്കാൻ. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറണ വരെയും ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറണ വരെ ഇത് വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് സവാളൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറണ വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. മസാലപ്പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് 2 മിനിറ്റിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്
അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ മല്ലിയും പുതിനയൊക്കെ അരച്ച് വെച്ച തൈര്, മിക്സാക്കി വെച്ച തൈര് ഇട്ട് കൊടുക്കാം. പുളി കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ വഴറ്റിയെടുക്കണം. നേരത്തെ പനീർ മാരിനേറ്റ് ചെയ്ത മസാല കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി എണ്ണയൊക്കെ നന്നായിട്ട് തെളിയണ വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഗരം മസാല ഇട്ടതിന് ശേഷം 2 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ക്രീം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം ഇത് തിളക്കൊന്നും വേണ്ട. ഇതോടൊപ്പം തന്നെ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് 1 മിനിറ്റിന് ശേഷം നമ്മളെ ഗ്രേവി റെഡിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രീമി ഗ്രീൻ പനീർ റെഡിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ചപ്പാത്തിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.